രാത്രിയെന്നല്ല പണ്ട് മുതലേ ഈ പകല് പരിചയമില്ലാത്തവർക്ക് ഈ റോഡേ നടക്കാൻ പറ്റത്തില്ല. ഈ റബ്ബറിനകത്ത് ഇല്ലാത്ത വൃത്തികേടൊന്നുമില്ല. കഴുത്തേക്ക് എല്ലാവരും പ്രായം ഇച്ചിരി ഇതായിട്ടുള്ള പെണ്ണുങ്ങളിലെ ഇവിടെ പോയവരുടെ കഴുത്തേലെ പറിച്ചുകൊണ്ട് പോകും. സന്ധ്യ മയങ്ങിയാൽ ഇതിലെ നടക്കാൻ പോലും പേടിയാണ്. പിടിച്ചുപറിക്കാരും കൂടാതെ തന്നെ സ്ത്രീകളെ ശല്യം ചെയ്യുന്നവരും നിരവധിയാണ്. ഇത് ഏതെങ്കിലും ഒരു പിടിച്ചുപറിക്കാരനും കള്ളനും കൊള്ളക്കാരനും ഒക്കെ സുരക്ഷിതമായി താമസിക്കാൻ പറ്റിയ ഇടം കൂടിയാണ് ഈ റബ്ബർ തോട്ടം നിൽക്കുന്ന ഭാഗം. അടിയന്തരമായി സർക്കാരോ അല്ലെങ്കിൽ നഗരസഭയോ ഈ സ്ഥലം ഏറ്റെടുക്കണം. നാട്ടുകാർക്കും ഗുണമില്ല, വീട്ടുകാർക്കും ഗുണമില്ല. അങ്ങനെയെങ്കിൽ പിന്നെ ഇത് പൊതുജനത്തിന് ഗുണമാവും. നമസ്കാരം. പത്തനംതിട്ട നഗരത്തിലെ ഒരു കാഴ്ചയാണിത്. നഗരഹൃദയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി കൂടിയാണിത്. ഈ വഴിയിൽ കൂടി യാത്ര ചെയ്യാത്തവർ ചുരുക്കമാണ്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് പോകുന്ന ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു വഴിയാണ് ഈ കാണുന്നത്. ഈ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആദ്യകാലത്ത് ജനങ്ങൾ ഭയന്നിരുന്നു. പ്രത്യേകിച്ച് സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ളവർ ഭയന്നാണ് യാത്ര ചെയ്തിരുന്നത്. ഇപ്പോഴും അതിൻ്റെ അവസ്ഥ. ഈ അടുത്ത കാലത്ത് നഗരസഭ പല സ്ഥലങ്ങളിലും ക്യാമറ ഫിറ്റ് ചെയ്തതോടുകൂടി, പ്രത്യേകിച്ച് ഈ മാലിന്യം വലിച്ചെറിയുന്നത് പിഴ തന്നെയല്ല, അത് ഫോട്ടോ എടുത്തു കൊടുത്താൽ പണം കൂടെ കിട്ടും എന്നായപ്പോൾ ഇപ്പോൾ മാലിന്യം വലിച്ചെറിയാൻ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ സ്ഥലത്തെ കണ്ടെത്തിയിരിക്കുന്നത്. നിങ്ങൾ നോക്കണം, ഇവിടെ കിടക്കുന്ന മാലിന്യം എന്തുമാത്രമാണെന്ന്. ഒരു ദിവസത്തെ അല്ല, ഒരാഴ്ചത്തെ അല്ല, ഒരു മാസത്തെ അല്ല. ഇത് നഗരസഭ കണ്ടതാണ്. പക്ഷെ കണ്ടിട്ടും അത് നീക്കം ചെയ്യുന്നുമില്ല. നീക്കം ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ മാലിന്യം ഇടുന്നവർ കരുതുന്നത് ഇത് മാലിന്യം ഇടാൻ വേണ്ടിയുള്ള സ്ഥലമാണെന്ന് തന്നെയാണ്. ഈ മാലിന്യം ഇടുന്നവർക്ക് തന്നെ ഒരല്പം മര്യാദ ഉണ്ടാവണം. നടക്കുന്ന റോഡിനോട് ചേർന്നിട്ടാണ് ഈ മാലിന്യം കൊണ്ടിട്ടിട്ട് പോകുന്നത്. മാലിന്യം എന്ന് പറയുമ്പോൾ വീട്ടിലെ എല്ലാ വേസ്റ്റും ഉണ്ട്. അതായത് കുഞ്ഞുങ്ങളുടെ സ്നഗ്ഗി ഉൾപ്പെടെയുള്ള എല്ലാ മാലിന്യം കൊണ്ടുവന്ന് ഈ പ്ലാസ്റ്റിക് കവറിൽ കൊണ്ടുവന്ന് മനുഷ്യർ നടക്കുന്നിടത്ത്, അതിനേക്കാൾ ഉപരി ആശുപത്രിയുണ്ട്, ഇവിടെ താമസിക്കുന്ന ജനങ്ങളുണ്ട്. നിരവധി പേര് ഈ റോഡിന്റെ സമീപത്ത് താമസിക്കുന്നുണ്ട്. അതുപോലും പരിഗണിക്കാതെ അവരുടെയൊക്കെ വീടിന്റെ മുൻപിലാണ് കൊണ്ടുവന്ന് ഇത് ഇട്ടിട്ട് പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇവരെയൊക്കെ ക്യാമറ വെച്ച് കുടുക്കി വലിയൊരു തുക തന്നെ ഫൈൻ അടച്ച് ഇവരുടെ ഫോട്ടോ തന്നെ പ്രസിദ്ധീകരിക്കണം എന്നുള്ളൊരു അഭിപ്രായക്കാരാണ് ഞങ്ങളൊക്കെ. കാരണം അത് ആ തരത്തിലാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ദൃശ്യം നിങ്ങൾ കാണുക. ഈ അടുത്ത കാലത്തായിട്ടാണ് ഇവിടം പുതിയ മാലിന്യ നിക്ഷേപ കേന്ദ്രമായിട്ട് മാറിയിരിക്കുന്നത്. നഗരസഭ അടിയന്തരമായിട്ട് ഇവിടെ ഒരു ക്യാമറ സ്ഥാപിക്കണം. താൽക്കാലിക ക്യാമറ ആയാലും മതി, സ്ഥാപിക്കണം. ഇതിന്റെ എതിർവശത്ത് താമസിക്കുന്ന താമസക്കാരായിട്ടുള്ളവർ നിരവധി തവണ നഗരസഭയ്ക്ക് പരാതി കൊടുത്തു, പറഞ്ഞു, യാതൊരു രക്ഷയുമില്ല. സന്ധ്യ മയങ്ങിയാൽ ഇതിലെ നടക്കാൻ പോലും പേടിയാണ്. പിടിച്ചുപറിക്കാരും കൂടാതെ തന്നെ സ്ത്രീകളെ ശല്യം ചെയ്യുന്നവരും നിരവധിയാണ്. ഏദൻ തോട്ടം എന്നാണ് ഞങ്ങൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. കാരണം ഇവിടെ ഈ റബ്ബർ മരങ്ങൾ വളർന്നു നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു 20 വർഷത്തിൽ അധികമായിട്ട് ഇത് കേസിൽ കിടക്കുകയാണ്. ഈ അടുത്ത കാലത്ത് കേസ് തീർന്നു എന്ന് പറയുന്നുണ്ട്. എങ്കിൽ പോലും കാട് വളർന്നു നിൽക്കുന്നതിനാൽ അനാശാസ്യ പ്രവർത്തനങ്ങളും എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് നടക്കുന്നുണ്ട്. അല്ലായിരുന്നു ഒരു ഇതിലൂടെ നടക്കാൻ പോലും പറ്റത്തില്ല. രാത്രിയെന്നല്ല പണ്ട് മുതലേ ഈ പകല് പരിചയമില്ലാത്തവർക്ക് ഈ റോഡേ നടക്കാൻ പറ്റത്തില്ല. ഈ റബ്ബറിനകത്ത് ഇല്ലാത്ത വൃത്തികേടൊന്നുമില്ല. കഴുത്തേക്ക് എല്ലാവരും പ്രായം ഇച്ചിരി ഇതായിട്ടുള്ള പെണ്ണുങ്ങളിലെ ഇവിടെ പോയവരുടെ കഴുത്തേലെ പറിച്ചുകൊണ്ട് പോകും. പിന്നെ ഇതിനകത്ത് ഇതായിട്ട് മോശമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഇതിനകത്ത് നടക്കുന്നത്. ഇപ്പൊ അതിനകത്ത് കുറെ അടിക്കാട് തെളിഞ്ഞിരിക്കുന്നോണ്ടാ. അല്ലെന്ന് ഒരു സ്ഥിരവിധ പിടിച്ചു കുറച്ചുകൊണ്ട് പോയി മനുഷ്യർ പിള്ളേരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പം ആൾക്കാരെല്ലാം കൂടുമ്പോൾ അവർ നേരെ ഏതെങ്കിലും വഴിയോടെ കയറി അവർ വേറെ നഗ്നത കാണിക്കും. ഇപ്പം പിള്ളേർക്ക് ഇലവാനൊക്കത്തില്ല. ഇത് ഇന്നലെയും തുടങ്ങിയതല്ല. ഈ റബ്ബർ ഇവിടുന്ന് പോകാത്തടത്തോളം കാലം ഒരു ഇതുണ്ട്. ഇത് ഏതെങ്കിലും ഒരു പിടിച്ചുപറിക്കാരനും കള്ളനും കൊള്ളക്കാരനും ഒക്കെ സുരക്ഷിതമായി താമസിക്കാൻ പറ്റിയ ഇടം കൂടിയാണ് ഈ റബ്ബർ തോട്ടം നിൽക്കുന്ന ഭാഗം. അടിയന്തരമായി സർക്കാരോ അല്ലെങ്കിൽ നഗരസഭയോ ഈ സ്ഥലം ഏറ്റെടുക്കണം. നൂറ്റാണ്ടുകളായിട്ട് ഇങ്ങനെ കേസ് കിടക്കുന്ന ഈ സ്ഥലം ഒരു പൊതുസമൂഹത്തിന് തന്നെ വലിയ ബാധ്യതയാണ്. അതോടൊപ്പം തന്നെ ഒരു ഭീതിയാണ്.
ഇത് ജനറൽ ആശുപത്രിയോട് ചേർന്നാണ് കിടക്കുന്നത്. ആശുപത്രിയുടെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കാം. ആശുപത്രിയോട് അനുബന്ധമായിട്ടുള്ള കെട്ടിടങ്ങൾ സ്ഥാപിക്കാം. വേണമെങ്കിൽ ഡോക്ടർമാർക്കോ അല്ലെങ്കിൽ ജീവനക്കാർക്കോ താമസിക്കാനുള്ള ക്വാർട്ടേഴ്സുകൾ, കൂടാതെ തന്നെ മറ്റ് ആശുപത്രിയുടെ ബിൽഡിങ്ങുകൾ ഒക്കെ സ്ഥാപിക്കാൻ പറ്റിയ അനുയോജ്യമായ സ്ഥലം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ തുക കോടതിയിൽ കെട്ടിവെക്കുക, അതിനുശേഷം സർക്കാർ ഈ സ്ഥലം ഏറ്റെടുക്കുക, വികസന പ്രവർത്തനത്തിനായി ഉപയോഗിക്കുക. കാരണം ഇത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതിൻ്റെ ഉടമസ്ഥർക്ക് പോലും വേണ്ടാത്ത രീതിയിലാണ് പരസ്പരം കേസ് കളിച്ച് നടക്കുകയാണ്. നാട്ടുകാർക്കും ഗുണമില്ല, വീട്ടുകാർക്കും ഗുണമില്ല. അങ്ങനെയെങ്കിൽ പിന്നെ ഇത് പൊതുജനത്തിന് ഗുണമാവട്ടെ. അടിയന്തരമായി തന്നെ സർക്കാർ, പ്രത്യേകിച്ച് ഇത് ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് മണ്ഡലത്തിലാണ്, ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. നഗരസഭാ ചെയർമാൻ സക്കീർ ഹുസൈൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അടിയന്തരമായി ഈ സ്ഥലം ഏറ്റെടുത്ത് ആശുപത്രിയുടെ വികസന പ്രവർത്തനത്തിന് ഉപയോഗിക്കണം. കേസ് ഉണ്ടെങ്കിൽ പോലും ആ തുക കോടതി കെട്ടിവെക്കട്ടെ, കോടതി പിന്നീട് തീരുമാനിക്കട്ടെ. ഈ സ്ഥലം ഇങ്ങനെ കിടന്ന് ഒരു പൊതുസമൂഹത്തിന് വലിയ ബാധ്യതയും ശല്യവുമായി തീരുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ്. അടിയന്തരമായി മറ്റു കാര്യം ചെയ്യേണ്ടത്, ഈ മാലിന്യം ഇവിടെ നിക്ഷേപിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കും. ആശുപത്രിക്ക് തൊട്ട് സമീപമാണ്, നിരവധി പേർ കടന്നുപോകുന്ന സ്ഥലമാണ്. നഗരസഭ അടിയന്തരമായി ഈ നിക്ഷേപിച്ചിരിക്കുന്ന മാലിന്യം ഇവിടെ നീക്കം ചെയ്യുകയും ഒപ്പം തന്നെ ഇവിടെ ക്യാമറ സ്ഥാപിക്കുകയും വേണമെന്ന് അറിയിക്കട്ടെ. ഇല്ല എങ്കിൽ ഇതൊരു വലിയ മാലിന്യം മലയായിട്ട് മാറും എന്നതിന് സംശയമില്ല. മറ്റു വാർത്തയുമായി വീണ്ടും കാണാം. പത്തനംതിട്ട ഓക്സിജൻ ഷോറൂമിൽ വീണ്ടും ഡേ ആൻഡ് നൈറ്റ് സെയിൽ. സെപ്റ്റംബർ 28 ശനിയാഴ്ച രാവിലെ 10 മുതൽ രാത്രി 12 വരെ തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾ പകുതി വിലയിൽ വരെ വിറ്റഴിക്കുന്നു. കഴിഞ്ഞ ഡേ ആൻഡ് നൈറ്റ് സെയിലും മിസ്സായവർ ഈ കിടിലൻ ചാൻസ് ഉറപ്പായും പ്രയോജനപ്പെടുത്തും. സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, LED ടിവികൾ, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, AC, കിച്ചൺ അപ്ലയൻസ്, മൊബൈൽ ആക്സസറീസ് തുടങ്ങിയവയ്ക്ക് അതിഗംഭീര ഡിസ്കൗണ്ടുകൾ. കൂടാതെ നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി നേടൂ 25 സ്വിഫ്റ്റ് കാറുകൾ. ഓക്സിജൻ, ദ ഡിജിറ്റൽ എക്സ്പെർട്ട്.